സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴ കനക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് ഉണ്ട്. ഇവിടങ്ങളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കനത്ത മഴയിൽ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നവമി ദിനേശ് അവിടെയുണ്ട്. ഒപ്പം MS സനീഷ് കുമാറും കോഴിക്കോട്ട് നിന്ന് ചേരും. ആദ്യം നവമിയിലേക്ക് പോകണം. നവമി ശക്തമായ മഴയാണ്. സാധാരണ എല്ലാ വർഷവും ഈ പ്രശ്നം അനുഭവിക്കുന്ന സ്ഥലം കൂടിയാണ് കൊച്ചി. ഇത്തവണ അതിനൊരു പരിഹാരവുമില്ല എന്നാണ് അല്ലേ? രഞ്ജിത്ത്, എല്ലാ വർഷവും ഇത് സ്ഥിരം കാഴ്ചയാണ് കൊച്ചിക്കാരെ സംബന്ധിച്ച്. KSRTC സ്റ്റാൻഡിലെ വെള്ളക്കെട്ട്, പ്രത്യേകിച്ച് KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം സഭയിൽ തന്നെ പറഞ്ഞത് നാണക്കേടാണ്, KSRTCക്ക് തന്നെ നാണക്കേടായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് എറണാകുളത്തേതെന്നൊക്കെ പറഞ്ഞു. അതിനെ തുടർന്നാണ് 1,88 ലക്ഷം രൂപ മുടക്കി ഈ KSRTC സ്റ്റാൻഡ് നവീകരിച്ചത്. ആ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ വലിയ ആഘോഷവും കൊട്ടിഘോഷിച്ചൊക്കെ ഒരു ആഘോഷ പരിപാടിയൊക്കെ നടത്തി. പക്ഷേ യാത്രക്കാരെ സംബന്ധിച്ച് കോടികളെല്ലാം ഈ വെള്ളത്തിലൂടെ പോകുന്ന അവസ്ഥയാണ്. ഒരു മാറ്റവുമില്ല. സ്റ്റാൻഡിലേക്ക് ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ KSRTC സ്റ്റാൻഡിനുള്ളിലേക്ക് വെള്ളം കയറുമായിരുന്നു. ഇതിപ്പോൾ അതില്ല, അതൊഴിവായി. കാരണം ഇത് മണ്ണിട്ട് അല്ലെങ്കിൽ ഈ സ്റ്റാൻഡ് നന്നായിട്ട് ഉയർത്തിയത് കൊണ്ട് സ്റ്റാൻഡിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നില്ല. പക്ഷേ യാത്രക്കാർക്ക് ബസ്സിൽ കയറണമെങ്കിൽ നീന്തി പോകേണ്ട അവസ്ഥയാണ്. ഇതായിരുന്നില്ല ഇവിടുത്തെ വെള്ളക്കെട്ട്. വളരെ വലിയ വെള്ളക്കെട്ട് തന്നെയായിരുന്നു. ആളുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിയാണ് ബസ്സിൽ നിന്നും ഇറങ്ങിയും ബസ്സിലേക്ക് കയറാനും ഒക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ മാധ്യമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെ കോർപ്പറേഷൻ എന്തായാലും ആളെ വിട്ട് ഈ കാന വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. കോർപ്പറേഷനെ രാവിലെ വിളിച്ചപ്പോൾ മേയർ പറഞ്ഞത് ഇത് നേരത്തെ തന്നെ ഈ കാന വൃത്തിയാക്കിയിട്ടുണ്ട്, പക്ഷേ ഈ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയതുകൊണ്ട് സംഭവിച്ചതാണെന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയത്. പക്ഷേ അതൊക്കെ പരിഹരിക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. കാരണം 1 കോടി രൂപ എങ്ങനെയാണ് ഇവർ നവീകരിക്കാൻ ഉപയോഗിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ചെറുതായിട്ട് ഇപ്പോൾ ചെറിയ രീതിയിൽ കാനയിലേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അല്പസമയം മുമ്പ് വരെ ഇവിടെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടായിരുന്നു അനുഭവപ്പെട്ടത്. ആളുകളൊക്കെ വലിയ ദുരിതത്തിൽ തന്നെയായിരുന്നു. അവരൊക്കെ എന്താണ് ഇത്രയും കോടികൾ മുടക്കിയിട്ടും എന്തുകൊണ്ടാണ് ഈ ഞങ്ങളുടെ ദുരിതത്തിന് ഒരു ശമനമാകാത്തതെന്നൊക്കെ ന്യായമായ ചോദ്യം അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഈ KSRTC സ്റ്റാൻഡിൽ ഇപ്പോഴും ശാപമോക്ഷമായില്ല. സർക്കാരുകൾ മാറി മാറി വന്നാലും KSRTCക്ക് ഇത്രയും കോടികൾ പ്രഖ്യാപിച്ച് മന്ത്രിമാരും MLA-മാരൊക്കെ എല്ലാ ദിവസവും കയറി ഇറങ്ങി പോകുന്നു. പക്ഷേ വലയുന്നത് നമ്മളെപ്പോലുള്ള യാത്രക്കാർ തന്നെയാണ്. പ്രത്യേകിച്ച് ദീർഘദൂര യാത്രയുമായിട്ട് വരുന്നവരെ സംബന്ധിച്ച് ഈ വലിയ ബാഗും ഭാണ്ഡക്കെട്ടുകളുമായിട്ടൊക്കെ വന്ന് ഈ വെള്ളത്തിലൂടെ കയറിപ്പോകേണ്ട അവസ്ഥയാണ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ നേരത്തെ കുറെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ അത് പ്രതികരിച്ചതാണ്. അവരുടെയൊക്കെ വിഷമം പങ്കുവെച്ചതുമായിരുന്നു. നമുക്ക് കൂടുതൽ ആളുകളോട് ഒന്ന് ചോദിക്കാം. ചേട്ടാ, ഈ വെള്ളക്കെട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബസ് കയറാനും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം മുട്ടറ്റം വരെ വെള്ളമാണ്. ജോലിക്ക് പോകാൻ ഡ്രസ്സൊക്കെ നനയും. ഡ്രസ്സെല്ലാം തന്നെ പിന്നെ മോശം വെള്ളവുമാണ്. അസുഖവും വരും. അതെ തീർച്ചയായിട്ടും. അതാണ് രഞ്ജിത്ത്, വളരെ മോശം വെള്ളമാണ്, മലിനജലമാണ്. ഈ ഓടയിൽ നിന്നൊക്കെ വരുന്ന ജലമാണ്. അതിൽ ചവിട്ടിക്കൊണ്ട് ബസ്സിലേക്ക് കയറുക അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുക, പിന്നീട് ആ അസുഖത്തിന് ചികിത്സ തേടേണ്ട സാഹചര്യമാണ്. അതാണിപ്പോൾ KSRTC സ്റ്റാൻഡിന്റെ അവസ്ഥ. ശാപമോക്ഷമായിട്ടില്ല എന്ന് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ പറയേണ്ടി വരും. ഇതിപ്പോൾ മഴ മാറി നിൽക്കുന്നതുകൊണ്ടാണ്. ഒരു 2 മണിക്കൂർ തോരാതെ മഴ പെയ്തു കഴിഞ്ഞാൽ വീണ്ടും KSRTC സ്റ്റാൻഡിന്റെ മുറ്റം നിറയെ വെള്ളക്കെട്ടാണ്. വലിയ ദുരിതത്തിൽ തന്നെയാണ് നാട്ടുകാരും യാത്രക്കാരും ഒക്കെ വഴി കടന്നു പോകുന്നത്. അതാണ് എറണാകുളം ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണ് നാം വിവരിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.